ആ എന്തൊക്കെയുണ്ട്? എന്തായി എന്ത് കൂട്ടാറാതെ ഇതിനത്ര ഇട്ടു ഇതിന് ഇതിനൊന്നും കിട്ടില്ല ഭായ്. ഔട്ടായി. 13 Pro ഒക്കെ കൊണ്ടുപോവാ. പൈസക്കൊക്കെ ആവശ്യമുള്ളല്ലേ? നീയേ നല്ലൊരു വില എടുത്താ ഇതൊന്നും ഒപ്പിക്കാൻ പറ്റാതെ എനിക്കറിയാം. ഇതിന് നോക്കട്ടെ. നോക്ക് നോക്ക്. കൊണ്ടുവന്നല്ലേ? ആശാനെ എന്റെ പങ്ക് എടാ ജിറാഫ് മോനെ. ജിറാഫല്ല ജിറാഫ്. എന്ത് പണ്ടാരായാലും ഇതേ എന്റെ തലയിലെ കിഡ്നി ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഓപ്പറേഷനാണ്. ഇതിലെ പങ്ക് എനിക്ക് മാത്രമുള്ളതാണ്. എന്നൊക്കെ ഫ്രീ ആയിട്ട് തീറ്റി പോയിട്ടല്ലേ, അതാണ് നിനക്കുള്ള പങ്ക്. കൂട്ടാശാനെ അടക്ക് നീ. നമുക്കൊരു പെണ്ണിനെ വേണം. ആശാനെ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആശാനോട് പറയണേന്ന് വിചാരിച്ചിട്ടാണ്. നാറി എന്നെ കുറിച്ച് എന്താ ഇത്? കള്ളനാണെങ്കിലേ മാന്യമര്യാദക്ക് ജീവിക്കുന്ന ആളാ. സോറി ഇനി ആവും. നടക്കണീ അണ്ടി ഇണ്ടി. എടാ ജിറാഫ് മോനെ, ഓ ഇപ്പൊ പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്. എന്തോ ട്രാപ്പാണ്. ഹണി ട്രാപ്പാണോ? അത് നിനക്ക് എങ്ങനെ അറിയാം? ആ കഴിഞ്ഞിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചെറുക്കൻ പെട്ടതാണ്. എന്നിട്ട് അവന്റെ അമ്മൂമ്മയുടെ അറിഞ്ഞാനം മത്തിയിട്ടാണ് കാച്ചുണ്ടാക്കി കൊടുത്തത്. ആടാ ഇന്നലെ കണ്ട വെകിളികളെ സ്പോട്ടിൽ 30,000 ഇട്ടൊക്കെ റെഡി ആയിരുന്നു. 35,000? അതിന് പറ്റിയ പെമ്പിള്ളേര് വേണം. പെമ്പിള്ളേര് കോട്ടയ്ക്ക് മിനി, വളവുമുക്ക് അമ്പിളി, സിൽക്ക് രമ്യ, ഏത് വേണം? ഈ അമ്മായിമാരല്ലാണ്ട് വേറെ ആരും ഇല്ലേ? ആ കൊച്ചു പെമ്പിള്ളേര് വേണം. ഓ പുതിയ പെമ്പിള്ളേര് ഇപ്പൊ ഫീൽഡിലുണ്ടെന്ന് തോന്നുന്നില്ല. ഒക്കെ ഇതിന് ഇൻസ്റ്റാഗ്രാമിൽ പറ്റിയിട്ടേക്കാലേ. അത് ശരിയാ. അണ്ടി എന്റെ ലാപ്ടോപ്പ് ഉണ്ടോ? എന്റെ ലാപ്ടോപ്പ് എന്തിനാ എനിക്ക്? ഇതല്ലടാ എന്റെ ഷെൽഫിൽ വെച്ചേക്കണ ലാപ്ടോപ്പ് കാണുന്നില്ല. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറും കാണില്ല. ഇതൊക്കെ എവിടെ പോയി? അല്ല ആ പ്രശ്നത്തിന് ശേഷമല്ലേ ഈ വീട്ടിലെ പല സാധനങ്ങളും കാണാണ്ടായേ? നമ്മളല്ലാതെ വേറെ ആരാ ഇപ്പൊ ഇവിടെ വന്നേ? ആരാ? അപ്പുറത്തെ വീട്ടിലെ ആന്റണി ചേട്ടനും മറ്റേ പുള്ളിയും. നീ വേണ്ടാതെ വർത്താനം പറയല്ലേ. അങ്ങനെ ഒരു പ്രശ്നത്തിന് സഹായിച്ചവരല്ല അവരങ്ങനെ ചെയ്യൂ. എടാ എൻ്റെ ഫോൺ എറിഞ്ഞ് പൊളിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ പൊടി പോലും ഈ ഏരിയയിലില്ല. ശരിയാണല്ലോ. എനിക്ക് അപ്പോഴൊരു സംശയമുണ്ട്, അയാളുടെ ഒരു അടുക്കിപ്പെറുക്കി പൂക്കും. നമുക്കൊന്ന് ആന്റണി ചേട്ടന്റെ വീട് വരെ ഒന്ന് പോയാലോ? വായോ. ചേട്ടാ 2 ചായ ചൂടല്ലേ? കിട്ടിടാ, കിട്ടി. കിട്ടിയ ആശാനെ? എവിടെ എവിടെ എവിടെ? നീ തന്നെടാ എന്റെ സ്വപ്ന റാണി. ആന്റണി ചേട്ടോ, ആന്റണി ചേട്ടോ, ചേച്ചി, ചേച്ചി, ആന്റണി ചേട്ടോ, ഇവിടെ ആരും ഇല്ലേ? സാമ്പാർകൃഷ്ണ എന്താടാ ബാ അതോട്ടിരിക്ക. വേണ്ട വേണ്ട ചേട്ടാ. എന്താ ചേട്ടാ ഒന്നിങ്ങി വരാമോ? ഒരു ചെറിയ കാര്യം ചെയ്യുന്നു. എന്താ പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ട്. എടാ ചേട്ടാ ഒന്ന്. അത് പിന്നെ ചേട്ടന്റെ കൂടെ വീട്ടിലേക്ക് അന്ന് ഒരാൾ കൂടി വന്നില്ലേ? അത് ചേട്ടന്റെ ഫ്രണ്ട് അല്ലേ? എനിക്കറിയൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ട് ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. അന്ന് ആ സംഭവം കഴിഞ്ഞതിന് പിന്നെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാണ്ട് പോയിട്ടുണ്ട്. കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങള്. ആണോ? ആളാണ് എന്റെ അടുത്ത് നിങ്ങളൊന്ന് പരിചയപ്പെട്ടത്. ആള് തന്നെയാണ് നിങ്ങളെ പിടിച്ചു മാറ്റാൻ വേണ്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ചേട്ടൻ അതൊന്നും പറഞ്ഞൊന്നും ഒഴിവാൻ നിൽക്കണ്ട. മര്യാദ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ തിരിച്ചു വന്നോ. എനിക്കെന്തിനാണോ നിങ്ങളുടെ സാധനങ്ങള്? ഞാനൊന്നും എടുത്തിട്ടില്ല. ചുമ്മാരി നീ ഒന്നും ഉണ്ടായിരിക്കടാ. ഇത് ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അഡ്ജസ്റ്റ്മെന്റാ? ഏത് നേരത്താണോ അവിടെ വരാൻ തോന്നിയത്? ഇതാ പറയണ ഈ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെന്ന്.
പ്രത്യേകിച്ച് ഇന്നെപ്പോലുള്ള മലയാളികൾ. ചേട്ടാ അവനെന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞോന്ന് വെച്ച് ചേട്ടന്റെ കൂടെ വന്ന ആളായതുകൊണ്ട് എന്തെങ്കിലും അറിയോന്നറിയാൻ വന്നതാ, വേറൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, അതേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, ഞാൻ എന്റെ വഴിക്ക് നോക്കാം. ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ എന്തെങ്കിലും അറിയണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. അയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷെ എവിടെയാന്ന് ഒരു പിടി കിട്ടണല്ലോ. കിട്ടൂല, ഒരാൾക്കും പിടികിട്ടൂല, അതേപോലെ തന്നെ മാറ്റിയെടുക്കും. ആശാനെ എന്നാലും ഇതൊക്കെ വേണം ആശാനെ. നീ മിണ്ടായിരിക്ക, അന്ന് നോക്കിക്കോളാം. ആശാനെ കഴിഞ്ഞ ആശാനെ കഴിയാനാ, ഇനിയല്ലേ തുടക്കം.